തൃശൂർ മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിക്കണമെന്ന ആവശ്യം ശക്തം. 65 വർഷം പഴക്കമുള്ള കെട്ടിടം സ്കൂൾ വിദ്യാർത്ഥികൾക്കും സമീപവാസികൾക്കും ഭീഷണിയാകുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയില്ലാത്തതുകൊണ്ടാണ് പൊളിക്കാത്തത് എന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. സ്കൂളിൽ നിന്നും സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി റോഡിലാണ്. ഈ റോഡിനോട് ചേർന്നുള്ള സ്കൂളാണ്. ഏകദേശം 65 വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ കെട്ടിടവും ആണിത്. അതായത് മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ തൃശ്ശൂർ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഈ റോഡിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കുഴിച്ചപ്പോൾ ഈ 65 വർഷം പഴക്കമുള്ള മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇരുത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതേപോലെ തന്നെ കാലപ്പഴക്കത്തെ തുടർന്ന് ഈ കെട്ടിടം ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലാണുള്ളത്. അപ്പം ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഓരം കുഴിച്ചപ്പോഴേക്കാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം, അതായത് വടക്ക് ഭാഗത്തേക്ക് ഇരുത്തിയ നിലയിൽ, അതായത് ഇതിൻ്റെ ഉയരം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അപകടകരമായിട്ടുള്ള നിലയിൽ ഈ കെട്ടിടം ഒരു ഭാഗത്തേക്ക് ഇരുത്തിയ നിലയിലാണുള്ളത്. ഈ പുറമോടി നോക്കുമ്പോൾ അനിഷ്ടമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേനും അത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ സിമെൻറ്റ് കട്ടകളടക്കം ദ്രവിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ഈ വർഷങ്ങളായിട്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ഈ സ്കൂളിലെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരും അതേപോലെ തന്നെ രക്ഷിതാക്കളും അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് ചേരുകയാണ്. ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്, ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുന്ന നിലയിലാണ്. എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇത് കുട്ടികൾ നമ്മളിപ്പോൾ അധ്യാപകർ എത്ര ശ്രദ്ധിച്ചാലും കുട്ടികൾ കളിക്കാനൊക്കെ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകും. ഇനി അപകടം വന്നിട്ട് റെഡിയാക്കാൻ എന്തെങ്കിലും ഇതുണ്ടായിട്ട് കാര്യമില്ല. അതിന് മുന്നേ തന്നെ ശരിയാക്കുകയാണ്. എല്ലാവർക്കും പേടിയുണ്ട് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ നിൽക്കുമ്പോൾ. 65 കൊല്ലത്തിന് മീതെ പഴക്കമുള്ള കെട്ടിടമാണ്. പല ഭാഗങ്ങളും കംപ്ലൈൻ്റ് ആയി തുടങ്ങി. നമ്മളിപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും കുട്ടികൾ ചിലപ്പോൾ കളിക്കുമ്പോഴൊക്കെ ഓടിപ്പോവും. അപ്പോൾ നമ്മളത് പൊളിച്ച് മാറ്റാനുള്ള നടപടികൾ എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ രക്ഷിതാക്കളെ നല്ല നമുക്കൊരു സമാധാനം ഉണ്ടാവും. തീർച്ചയായിട്ടും ഇവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കെട്ടിടം പൊളിച്ച് നീക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോഴത്തേന് ഈ ഭാഗങ്ങളൊന്നും കെട്ടി അടച്ചിട്ടില്ലായിരുന്നു, ഈ വാഹനങ്ങളൊന്നും വെച്ച് ഇവിടെ അടച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷം ഇവിടെ നോ എൻട്രി എന്ന് പറഞ്ഞിട്ട്, അതായത് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായിട്ട് അധ്യാപകർ ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ടതിനപ്പുറം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സിമെൻ്റ് ഇളകി കമ്പിയൊക്കെ ദ്രവിച്ചിരിക്കുന്ന നിലയിലാണ്. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന കെട്ടിടം, ഒപ്പം തന്നെ ഈ മഴ പെയ്ത് വെള്ളം താഴേക്ക് വരുന്ന, അതായത് ഇതിൻ്റെ വിടവുകളിലൂടെ അടക്കം താഴേക്ക് വെള്ളം വരുന്ന ഒരു നിലയിലാണ്. 65 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ ന്യായീകരണമായിട്ട് ഇപ്പോൾ നിരത്തിയിട്ടുള്ളത്. അതായത് സ്കൂൾ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു, ഒപ്പം തന്നെ സ്കൂളിനോട് ചേർന്നുള്ള വൈദ്യുതി കമ്പികളിൽ മുട്ടി വിദ്യാർത്ഥികളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്നു, വിദ്യാർത്ഥികൾ മരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സമാന നിലയിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാനായിട്ട് സാഹചര്യം ഉണ്ടായിട്ടും ഇത് പൊളിക്കാനോ അല്ലെങ്കിൽ ഇത് ശാശ്വതമായിട്ട് അടച്ചു കെട്ടാനോ വേണ്ട നടപടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ മാതാപിതാക്കൾ അടക്കം പറയുന്നത്. ഇതിപ്പോൾ മുൻ മെമ്പർമാരടക്കം ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ചിട്ടുള്ളത്. എന്തായാലും അടിയന്തര നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെയും ഒപ്പം തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെയും ഒക്കെ ആവശ്യം. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.